നിങ്ങളുടെ അമ്മുവാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ അനുഭവങ്ങളും എല്ലാമാണ്. ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ സമൂഹം ഏത് കണ്ണിലാണ് കാണുന്നത്? അവരോട് സമൂഹത്തിന് എന്തും പറയാം. അവരെ വഴിയരിയിലെ ചെണ്ടകളെ പോലെയാണ് കണക്കാക്കുന്നത്. അവരോട് എന്ത് തോന്നിവാസവും പറയാം. അങ്ങനെയുള്ള രീതിയിലേക്കാണ്. പക്ഷെ ഈ ലോകവും മനുഷ്യരും എന്താണെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളായിരിക്കും അല്ലേ? അപ്പൊ ഈ സ്ത്രീകൾ ഒറ്റയ്ക്കായി പോയതെന്ന് പറഞ്ഞാൽ അവരുടെ സാഹചര്യങ്ങളായിരിക്കും. ഇപ്പം ഭാര്യയും ഭർത്താവും ജോലി, രണ്ടുപേർക്കും കൂടെ ജോലി ഉണ്ടെങ്കിലാണ് നമുക്ക് ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പോഴത്തെ ജീവിത എക്സ്പെൻസ് കാര്യങ്ങൾ, ചിലപ്പോൾ ഭർത്താവ് വേറെ സ്ഥലത്തായിരിക്കും, പിള്ളേര് വേറെ സ്ഥലത്ത്, ഭാര്യ വേറൊരു സ്ഥലത്ത്, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും ഈ സ്ത്രീകളെ സൊസൈറ്റി വെറുതെ വിടുന്നില്ല. വിധവകളായിട്ടുള്ളവരും ഉണ്ടാവും. വിധവകളാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവനവന്റെ കുറ്റമല്ലല്ലോ, അത് ദൈവമായിട്ട് ആക്കി തരണല്ലേ. അവരെ പോലും സൊസൈറ്റി വെറുതെ വിടുന്നില്ല. എനിക്ക് തോന്നുന്നത് അത് ഈ 40-നും 50-നും ഇടയ്ക്ക് ഏജുള്ള പുരുഷന്മാരുണ്ടല്ലോ, അവരാണ് ഏറ്റവും പരദൂഷണ കമ്പനികളായിട്ട് അറിയപ്പെടുന്നതായിട്ട്. സോറി കേട്ടോ, എല്ലാവരും ഉദ്ദേശിച്ചല്ല ഞാൻ ഈ പറയണത്. കാരണം ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനകൾ ഒറ്റയ്ക്ക് ആണ് ഹാപ്പിയായി കുറ്റം പറയാൻ തോന്നുന്നത്, പരദൂഷണം പറയാൻ തോന്നുന്നത്. അത് പറഞ്ഞാണ് അവർ ആനന്ദം കണ്ടെത്തുന്നത്. ഈ ലോകം എത്രയോ മാറിയിരിക്കുന്നു. എന്താണ് ഭാര്യരെ നിങ്ങൾ നന്നാവാത്തതെന്ന് ഒരു ഫിലിമിൽ ചോദിക്കുന്നത് പോലെ ഇനി എന്നാണ് വിദ്യാഭ്യാസം വിവരമുള്ള ജനങ്ങളാണ് എന്നാണല്ലേ. ഇപ്പം സ്ത്രീ പോകുമ്പോ ഇപ്പൊ കിട്ടിയിട്ടില്ലാത്ത സ്ത്രീകളെ പറ്റി അവളെ എനിക്ക് കിട്ടി, അതുപോലെ നമുക്ക് പറ്റത്തില്ലാത്ത രീതിയിലുള്ള അപവാദങ്ങളും അവര് പറഞ്ഞു വരുന്നത്. എല്ലാവരും മോശ സ്ത്രീകള്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകൾ എല്ലാവരും മോശമാണ് എന്ന ആ കാഴ്ചപ്പാട്, അതൊക്കെ നമ്മുടെ സമൂഹം മാറ്റേണ്ടിയിരിക്കുന്നു. ഇത്ര ജനങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു, എന്നിട്ട് ഈ ഒരു കാര്യം മാത്രം പുരോഗമിച്ചിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ത്രീയും ഒരു കുട്ടിയും അല്ലെ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട പ്രൊട്ടക്റ്റ്, അവർക്ക് വേണ്ട സംരക്ഷണം നൽകണം. അതല്ലേ വേണ്ടത്. അല്ലാതെ ഒരു വിധവയോടോ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയോടോ ചോദിച്ചാൽ അവർ പറയും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തോരാണ് സൊസൈറ്റിയുടെ മുമ്പിൽ. അവർ ജീവിക്കുമായിരിക്കും. കാരണം അവർ കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് ഉള്ളിൽ കരഞ്ഞാണ് അവർ ജീവിതം മുമ്പിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ആരും അവരെ മനസ്സിലാക്കാനുണ്ടാവില്ല. അവര് ഇപ്പൊ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും നല്ല